നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട തെയ്യമാണ് മുത്തപ്പൻ തെയ്യം. പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. ഇതിന്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ, മക്കളില്ലാതെ വിഷമിച്ചിരുന്ന പാടിക്കുറ്റി അമ്മയ്ക്കും മന്നാർ രാജാവിനും ലഭിച്ച ഒരു കുട്ടിയാണ് പിന്നീട് മുത്തപ്പൻ തെയ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു സീസണൽ തെയ്യമൊന്നുമല്ല. നമ്മൾ എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ മുത്തപ്പൻ തെയ്യം കെട്ടിയാടിക്കാവുന്നതാണ്. അതായത് ഒരു ആഗ്രഹ സാധ്യത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കെട്ടിയാടിക്കുന്നത്. പിന്നെ ഇതിപ്പം ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരു വീടിൻ്റെ കയറി താമസത്തിന് അവർ കെട്ടിയടിച്ച തെയ്യമാണ് ഇപ്പം നമുക്ക് കാണാൻ പോകുന്നത്. കരകയറിയാലും അതിനൊരു സ്ഥിരത വേണ്ടേ, ഉറപ്പ് വേണ്ടേ? ജീവിതം തന്നെ സംസാര സാഗരമെന്നുണ്ട്, സുഖദുഃഖങ്ങളെ കൊണ്ടുണ്ടാവില്ലേ. ഇന്നുള്ള പെരുപ്പമായ സുഖമല്ല നാളെ വരാനിരിക്കുന്ന എപ്പോഴും ഒരുപോലെ സുഖം ഉണ്ടാവുക. സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, എല്ലാ വിധങ്ങളെ. അതല്ല ജീവിതം. അതല്ല ഉൾക്കൊള്ളണം. ഉൾക്കൊള്ളാനുള്ള ബുദ്ധി നിനക്കുണ്ട്, ചെറുതല്ലല്ല. ഇവിടുത്തോളം എത്തിയില്ലേ? ശുദ്ധമായൊരു കുടുംബജീവിതം അല്ലേ? അതിന് സാധ്യമായ സന്തോഷമുണ്ട്, സന്താനമുണ്ട്, സന്താനമായ സമ്പത്ത് എല്ലാം വേണ്ടേ? അത് കാലം കൊണ്ട് വേണം. ഈ ചെടി വെറുതെ നടുവില്ല, വളം പകർന്ന് ജലമൊഴിക്കുന്ന കാലത്ത് ഒരു പ്രതീക്ഷ ഉണ്ടാവും. ആ പൂക്കൾ കാണാം അല്ലേ? ജീവിതമാകുന്ന യാത്രാമുഖത്തും അവനവന്റെ വെള്ളം കൊണ്ട് കർമ്മം കൊണ്ട് പുഷ്പിച്ച് കാട്ടി തരണം. എൻ്റെ ഈശ്വരൻ ധരിക്കുന്ന പ്രാർത്ഥനപ്പെടും ഇല്ലേ? മുത്തപ്പ കൂടി കിട്ടിയാലും എന്നെ നീ കാണൂല്ലേ?